സുലേഖ, അതായത് ഷീജയും കമലേഷും ഒക്കെ സൂചിപ്പിച്ചത് പോലെ തന്നെ നമുക്കറിയാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്നുമൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ തനത് കലാരൂപങ്ങളൊക്കെ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ഒരു മാതൃകയാവുകയാണ്. ഒപ്പം നമുക്കറിയാം ഈ തവണത്തെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഒരു സന്ദേശം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ പ്ലോട്ടുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വനം വകുപ്പിൻ്റെ പ്ലോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് ഹരിതകർമ്മസേന. അവരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ഷീജ പറഞ്ഞതുപോലെ തന്നെ ഓരോ വകുപ്പുകളും മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാരിന് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, ഈ വന്നിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്കും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികൾക്കുമൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു കേരളം മാതൃകയാകുന്നു എന്നുള്ളൊരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയായാലും ഇപ്പോൾ ഘോഷയാത്ര പുരോഗമിക്കുന്നു. കനകക്കുന്ന വർണ്ണ വിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഘോഷയാത്രയും കലാകാരന്മാരെയൊക്കെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സുലേഖ. തീർച്ചയായിട്ടും ഭദ്ര, അത് തന്നെയാണ് ഈ ഘോഷയാത്ര. അതിൻ്റെ മനോഹാരിതയിലേക്ക്, ഏറ്റവും വലിയ മനോഹാരിതയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അടക്കം ഈ ഫ്ലോട്ടുകളുടെ വരവൊക്കെ തന്നെയും സെക്രട്ടേറിയറ്റ് കടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഫ്ലോട്ടുകൾ ഈ മാനവീയത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിയുന്നതേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. അവസാന ഫ്ലോട്ടുകളൊക്കെ തന്നെയും ഈ മാനവീയത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ്. 4 മണിക്കാണ് ഈ ഫ്ലോട്ടുകളുടെ ഘോഷയാത്രയുടെ തുടക്കം. അത് 4 മണിക്കായിരുന്നു. ആ 4 മണിക്ക് തുടങ്ങിയ ഘോഷയാത്ര ഇപ്പോഴും ഇങ്ങനെ ആളുകൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ മനോഹാരിതയായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണും, ഇരുവശത്തും റോഡിന്റെ ഇരുവശത്തും ഇത്തരത്തിൽ ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു എങ്ങനെയുണ്ട് കാഴ്ചക്ക്? എങ്ങനെയുണ്ട്? എല്ലാം കണ്ടോ? അടിപൊളിയാണ്. എല്ലാം കണ്ടോ ചേച്ചി? എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം വന്നിരുന്നോ? ഇല്ല, കഴിഞ്ഞ വർഷം വന്നില്ല. ഈ വർഷം ആദ്യമായിട്ടാണ്? അല്ലല്ല, കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എങ്ങനെയുണ്ട്? നന്നായിട്ട്. എന്തായാലും ഇങ്ങനെ ആളുകളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഇത്തരത്തിൽ എല്ലാ മനോഹാരിതയും, ഈ ഘോഷയാത്രയുടെ എല്ലാ മനോഹാരിതയും ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഏറ്റവും മനോഹരമായി ഈ ഘോഷയാത്ര അത് മുന്നോട്ട് പോവുകയാണ്. മാനവീയത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഇനി കിഴക്കേക്കോട്ട വരെ ഇത്തരത്തിൽ മനോഹര ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ വിവിധ വകുപ്പുകളുടെ, സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകൾ കടന്നു പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ കലാ പ്രകടനങ്ങൾ അതും ഈ ഘോഷയാത്രയുടെ ഭാഗമായി കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആപ്തവാക്യവുമായാണ് ഈ ഘോഷയാത്രയുടെ ഈ പ്രാവശ്യത്തെ വരവ് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 വർഷവും ഇത്തരത്തിൽ ഘോഷയാത്രയൊന്നും സംഘടിപ്പിച്ചിരുന്നില്ല. അതിന്റെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വിപുലമായ ഒരു ഘോഷയാത്ര ഇന്ന് ഈ തിരുവനന്തപുരത്ത് നടത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇത്തരത്തിൽ മനോഹരമായ രീതിയിൽ തന്നെ ഈ ഓണം വാരാഘോഷം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. എല്ലാ ജനങ്ങളും, ഇന്ന് ഈ കാണുന്ന ജനങ്ങളൊക്കെ തന്നെയും ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കനകക്കുന്നും അതിനൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലും 33 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഓണം വാരാഘോഷം പരിപാടികൾ തിരുവനന്തപുരത്ത് മാത്രം നടന്നത്. അങ്ങനെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശത്തും നടന്ന ഓണം വാരാഘോഷത്തിൽ വിവിധ ആളുകൾ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ആ ഒരു പ്രതിഫലനം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. എങ്ങനെയുണ്ട് ഘോഷയാത്ര? എങ്ങനെയുണ്ട്? ഇത് ജിൻസിയാണ്. ചേച്ചി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നോ? കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, അതിന് മുമ്പത്തെ വർഷം വന്നിരുന്നോ? എന്തായാലും എല്ലാം അടിപൊളിയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടോ? അത് പുതിയ അനുഭവമാണോ? എന്തായാലും അങ്ങനെ എല്ലാ ആളുകളും ഇത്തരത്തിൽ വലിയ ആകാംക്ഷയോട് തന്നെയാണ് വരുന്ന ഘോഷയാത്രയും ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മാനവീയത്തിൽ നിന്ന് 4 മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര ഇപ്പോഴും ഇങ്ങനെ ആളുകളെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. വിവിധ വകുപ്പുകളുടെ ഫ്ലോട്ടുകൾ നമുക്ക് എടുത്ത് പറയണമെങ്കിൽ നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ ഹരിതകർമ്മ സേനയുടെ അടക്കം ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണോ അത് ഈ ഫ്ലോട്ടുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഈ വകുപ്പുകളൊക്കെ
തന്നെയും എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കലാരൂപങ്ങൾക്ക് ഭാഷയില്ല, അതുകൊണ്ട് തന്നെ വിവിധ ആളുകൾക്ക് അത് മനസ്സിലാകുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അതായത് വിദേശ വിനോദസഞ്ചാരികൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദേശ വിനോദസഞ്ചാരികൾക്കടക്കം എന്താണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കം ഈ ഘോഷയാത്രയുടെ ഫ്ലോട്ടുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എന്തുകൊണ്ടും എത്രയും മനോഹരമായി അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് സംസ്ഥാന സർക്കാരിന് നൽകുന്നത്, ഓണം വാരാഘോഷത്തിന് സമാപന ഘോഷയാത്രയിൽ നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആപ്തവാക്യം അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങി തമിഴ്നാട്, കർണാടകം തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലെ ഓരോ കലാരൂപങ്ങളും അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പനയുണ്ട്, കേരളത്തിൻ്റെ സ്വന്തം ഒപ്പനയുണ്ട്, മാർഗംകളിയുണ്ട്, ഒപ്പം മറ്റ് കലാരൂപങ്ങളൊക്കെ തന്നെയും ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ കേരളത്തിന് തനിമ വിളിച്ചോതുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഇന്ത്യയുടെ ആപ്തവാക്യമായ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി ഈ കൊച്ചു കേരളം ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. വിദേശ വിനോദസഞ്ചാരികളിലേക്കടക്കം ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം അത് എത്തിക്കുന്നു എന്നുള്ളത്, ഒരു ആശയം എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘോഷയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സുലേഖ, അതായത് ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഈ വാരാഘോഷം നടത്തുന്നത്, ഈ സമാപന സമ്മേളനമൊക്കെ ആ ഒരു ഘോഷയാത്രയൊക്കെ നടത്തുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ആഘോഷങ്ങളായിട്ട് ഈ ആറ്റുകാൽ പൊങ്കാലയാണെങ്കിലും ശരി, എല്ലാം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് തലസ്ഥാന നഗരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഘോഷയാത്രയും നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടി ഒരു മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റു ഇപ്പോൾ വന്നിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്കൊക്കെ തന്നെ ഇതൊരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും ഭദ്ര, അത് തന്നെയാണ്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലോട്ടുകളൊക്കെ തന്നെയും നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് നിർമ്മിച്ച ഫ്ലോട്ടുകൾ അത് ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ ഈ ഘോഷയാത്ര കാണാൻ വരുന്നവരൊക്കെ തന്നെയും കയ്യിൽ കുപ്പിവെള്ളവും ഒക്കെ ആയി വരുന്ന ആളുകളാണ്. ഈ കുപ്പിയിലെ വെള്ളം കഴിഞ്ഞതിന് ശേഷം കുപ്പിയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ആ ഒരു സ്ഥിതി അത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ശുചിത്വ തൊഴിലാളികൾ ഈ നഗരം വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി ഈ ഘോഷയാത്രയ്ക്ക് പിന്നാലെ നമ്മൾ സാക്ഷ്യം വഹിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഘോഷയാത്ര അതിൻ്റെ ഏറ്റവും മനോഹരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്.